കഠിനമായ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ വിശ്വസിക്കുക, നല്ലത് നിങ്ങൾക്കായി വരാനിരിക്കുമെന്ന്. നല്ലതും മോശപ്പെട്ടതും ദുഃഖവും സന്തോഷവും നിറഞ്ഞതുമായ ഒരു വൃത്തമാണ് ജീവിതം. ക്ഷീണം ഒരിക്കലും ജോലി മൂലമല്ല, മറിച്ച് ഉത്കണ്ഠ, നിരാശ, ഭയം, അസംതൃപ്തി എന്നിവ കൊണ്ടാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്നുകിൽ അത് സ്നേഹത്തോടെ ചെയ്യുക, അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യരുത്. ഒരു വ്യക്തി വിശുദ്ധനാണോ കള്ളനാണോ എന്ന് അവൻ സംസാരിക്കുമ്പോൾ തന്നെ അറിയപ്പെടും. കാരണം ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്വഭാവം വായിലൂടെ പുറത്തേക്ക് വരുന്നു. നമ്മെ രക്ഷിക്കാൻ നമുക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. നമ്മൾ നടക്കേണ്ട ദൂരം നടന്നു തീർക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഭൂമിയിൽ പ്രശ്നങ്ങളില്ലാത്ത ഒരു വ്യക്തിയുമില്ല. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഭൂമിയിലില്ല. ലക്ഷ്യസ്ഥാനം എത്ര ഉയർന്നതാണെങ്കിലും പാത എപ്പോഴും പാദങ്ങൾക്ക് താഴെയാണ്. ഈ 3 സമ്മാനങ്ങൾ നിങ്ങൾക്ക് നൽകിയ ഒരു വ്യക്തിയെ നിധി പോലെ സൂക്ഷിക്കുക: സഹവാസം, സമയം, സമർപ്പണം. ഒരാളുടെ അവസ്ഥ കണ്ട് ഒരിക്കലും ചിരിക്കരുത്. കാരണം എന്നെങ്കിലും നിങ്ങൾ അതേ സ്ഥാനത്ത് വരുമോ എന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്തോറും നിങ്ങളുടെ മാതാപിതാക്കൾ പറയുന്നതെല്ലാം സത്യമാണെന്ന് തോന്നും. വിലപ്പെട്ട സമ്മാനങ്ങളെക്കാൾ വിലപിടിപ്പുള്ളതാണ് ഒരു നല്ല വാക്ക്. സമ്മാനങ്ങൾ നൽകുന്ന സന്തോഷം ഒരു നിമിഷം മാത്രമേ നിലനിൽക്കൂ. എന്നാൽ ഒരു നല്ല വാക്കിന് ജീവിതകാലം മുഴുവൻ സന്തോഷം നൽകാൻ കഴിയും. സമയമില്ലാത്തതുകൊണ്ടോ സമയം കിട്ടാത്തതുകൊണ്ടോ അല്ല. എല്ലാവർക്കും ദിവസത്തിൽ ഒരേ സമയമല്ലേയുള്ളൂ. ആർക്കും കൂടുതലോ കുറവോ ഇല്ലല്ലോ. അപ്പോൾ പ്രശ്നം സമയത്തിൻ്റെയല്ല, മറിച്ച് മനസ്സിൻ്റെയാണ്. സമയം കണ്ടെത്താനോ സമയം കൊടുക്കാനോ മനസ്സോ താല്പര്യമോ ഇല്ലാത്തതാണ് പ്രശ്നം. മാറ്റത്തിന് വേറെ മരുന്നില്ല. നമുക്ക് വേദനിക്കുമെങ്കിൽ ഒരു ചെറു ചിരിയോടെ അങ്ങ് മാറിക്കൊടുക്കുക. അതാവും അവരും ആഗ്രഹിക്കുന്നത്. ഞാൻ ഇല്ലാതെയായാൽ അവരെങ്ങനെ? അങ്ങനെ ഒരു ചിന്തയേ വേണ്ട. നമ്മളില്ലേലും അവർ ജീവിക്കും. കണ്ണ് നിറയുന്നത് മണ്ണിടും വരെ ഉള്ളൂ. സുഖം തേടി പോകുന്നവർക്ക് ഒരിക്കലും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും ഒരാളെ വിട്ട് മറ്റൊരാളിൽ സന്തോഷം തേടിപ്പോകാനും കഴിയില്ല. നമ്മൾ അവർക്കൊരു ഭാരമാണെന്ന് തോന്നിത്തുടങ്ങിയാൽ പിന്നെ ആലോചിക്കാനൊന്നും ഇല്ല. കടിച്ചു തൂങ്ങി നിൽക്കാതെ പടിയിറങ്ങുക. പലരും നമുക്ക് മുന്നിൽ മുഖം മൂടി അണിഞ്ഞവരാണ്. വേദനിപ്പിച്ച ഇടങ്ങളിലേക്ക് തന്നെ മനസ്സോടി പോകുന്നത് എന്തിനാണെന്നറിയോ? കിട്ടിയ വേദനകൾക്കിടയിലും എവിടെയോ വെറുക്കപ്പെടാൻ കഴിയാത്തൊരു കുഞ്ഞിഷ്ടം പതിഞ്ഞു കിടപ്പുണ്ടാകും. ചേർത്തു നിന്നവരെ ഒഴിവാക്കാൻ വരച്ചു ചേർത്ത ഒരൊറ്റ വാക്ക്: തിരക്ക്. ഉള്ളിൽ മുഴുവൻ പൊട്ടിത്തകർന്നു നിൽക്കുമ്പോഴും ഒരു വേദനയും മറ്റുള്ളവരെ അറിയിക്കാതെ മുഖത്ത് ചിരി വരുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മളെ തകർക്കാൻ ആർക്കും കഴിയില്ല. ആവശ്യത്തിലധികം ആരുടെയും ജീവിതത്തിൽ അധികാരമോ അവകാശമോ കാണിക്കാതിരിക്കുക. സ്വയം വേദനിക്കാതിരിക്കാനും നാണം കെടാതിരിക്കാനും ഏറ്റവും നല്ലത് അത് തന്നെയാണ്. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ കൂടാരങ്ങളാണ് ഓരോ ജീവിതവും.
നമ്മൾ ഓരോന്നിനും ഉത്തരം കണ്ടെത്തുമ്പോഴേക്കും കാലം അതിൻ്റെ സിലബസ് അപ്പാടെ അങ്ങ് മാറ്റിക്കളയും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. ഇതുപോലുള്ള വീഡിയോവിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.